എന്താ പറ്റി മോളത്തിന് കറിയുന്നത്? മാമന്റെ കണ്ണിനെന്താ പറ്റി? അത് പിന്നെ കനാൽ അല്ല അതെ. ഇപ്പൊ ഞാനും സുപ്രമോനും മീൻ പിടിക്കാൻ പോയല്ല. അപ്പൊ മീൻ പിടിക്കാൻ പോയപ്പോ ആറ്റില് ഒരു തെരണ്ടി ഞങ്ങളെ ചൂണ്ടയെ കൊളുത്തി. അപ്പൊ തെരണ്ടി വലിച്ചപ്പോഴേ അതിന്റെ വാലിന്റെ ഒരു ശകലം ഞാൻ ഒഴിഞ്ഞ് മാറി. എന്നാലും ചെറിയൊരു സ്ക്രാച്ച്. അല്ല അതൊന്നല്ലല്ലോ വിഷയം. അപ്പൊ മോളെന്തിനപ്പോ കരയുന്നേ? ഞാൻ കരയണതാ. ഇതൊന്ന് വായിച്ചു നോക്കി. മോളെ മാമന് എഴുതാനല്ല അറിയുള്ളൂ, വായിക്കാൻ അറിയില്ലല്ലോ. പിന്നെ ഇതാണെങ്കിൽ ഇപ്പൊ ഡബിൾ ആയിട്ടാ കാണുന്നത് മാമന്. പറഞ്ഞാ മതി. ഇതുണ്ടല്ലോ, ഇത് സുബുവിന്റെ പേരിൽ വന്നൊരു കത്ത. എന്ത് ലവ് ലെറ്ററോ? പോടുന്നത് അതൊന്നല്ല. സുബുവിനെ സിനിമാ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്ന്. എന്തിന്? അവൻ എന്തൊക്കെയോ അനാവശ്യമായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ലിസ്റ്റ് ഇട്ട് എഴുതി വെച്ചേക്കെ. അവൻ ചെയ്തിട്ടുണ്ടാവും. അവൻ ചെയ്യാനുള്ള ഇതുണ്ട്. അവനാണ് എന്റെ കണ്ണടിച്ച് പൊട്ടിപ്പിച്ച ആൾക്കാരൊക്കെ ഉണ്ട്. അത് വേറെ. അല്ല മോളെ, ഇതൊന്നും സുബു ചെയ്തല്ല. അല്ല അത് പേടിക്കണ്ട. എന്റെ അറിവില് എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഞാൻ കുറച്ച് കോടമ്പക്കത്തായിരുന്നല്ലോ ചെന്നൈയില്. അപ്പൊ അന്ന് എന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ആന്റപ്പൻ തന്നെ. അവൻ പണ്ട് പ്രൊഡക്ഷൻ കൺട്രോളറായിട്ടൊക്കെ ഇങ്ങനെ നിന്നാണ്. ഞാൻ അവന്റെ അടുത്ത് ഒന്ന് വിശദമായിട്ട് കൊടുത്തിട്ട് ഞാൻ അന്വേഷിപ്പിക്കട്ടെ. നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റുമോ നോക്കാം. മാമന്റെ ഹോൾഡ് വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇതെങ്ങനെയെങ്കിലും ഒന്ന് സോൾവ് ചെയ്യോ? ഞാൻ സോൾവ് ചെയ്താ. നമുക്ക് ചൂടോടുകൂടി ഞാനൊരു ഹോർലിക്സ് എടുത്താലോ? ഹോർലിക്സ് തന്നെ എടുക്കുവോ? എന്ത് ചോദ്യമാണ് മോളെ. 2 കണ്ണുണ്ടായപ്പോ തന്നെ അങ്ങനെയായിരുന്നു. മാമന്റെ തല മാത്രം മതി, 2 കൈയും മാത്രം ഫ്രീ ആയാൽ മതി. മോക്ക് ഹോർലിക്സ് അല്ല, അബിലും വെള്ളം വരെ ഞാൻ ഉണ്ടായി തരും. എടുത്തു വെച്ചോ. അപ്പൊ മാമ എടുത്തോണ്ടിരാ. എന്റെ അടുത്താ കളി. എന്നാലും ഇങ്ങനെയൊക്കെ ഒരു കത്ത് സിനിമ എന്ത് ചെയ്യും? ശോഭനെ എന്തിനാ കരയുന്നേ? എന്തിനാ കരയണേന്നോ? ഇത് വായിച്ചു നോക്ക്. അയ്യോ, എന്നെ പറ്റിച്ചതായി മനുഷ്യൻ. എന്തൊക്കെ എന്നോട് പറഞ്ഞു. ഞാനിതെങ്ങനെ സഹിക്കും? ഇതാണോ കാര്യം? കാര്യല്ലേ സിനിമാ സംഘടനയിൽ നിന്ന് പുറത്താക്കിയെന്ന്. അതോ ഓരോന്നൊക്കെ ഒപ്പിച്ച് വെച്ചിട്ട് ലിസ്റ്റ് ഔട്ട് ചെയ്ത് എന്റെ എഴുതി വെച്ചിരിക്കുന്നത്? ഇത് സിനിമാ സംഘടനയൊന്നും അല്ല. ഇത് വെറുതെ വേറെ ആരോ എഴുതി വെച്ചാണ്. നമ്മുടെ സംഘടനയാണെങ്കിലേ ഇവിടെ അച്ഛന്ന് പറഞ്ഞ സംഘടനയുടെ ലെറ്റർ പാഡ് കാണത്തില്ലേ? ഇവിടെ അച്ഛന്ന് ലെറ്റർ പാടുണ്ടോ? ഇത് വെള്ള പേപ്പർ അല്ലേ? ഇല്ല, എന്നെ പറ്റിക്കണം. അല്ല ശോഭു, അല്ല അങ്ങനല്ല. ഞാനൊരു കാര്യം ചെയ്യട്ടെ. ഒരു സംഘടനയെ നമ്മളെ പുറത്താക്കുവാണെങ്കിൽ അതിന്റെ ലെറ്റർ പാഡിലല്ലേ വരണ്ടേ? അല്ലേ? നമ്മുടെ സംഘടന ഏതാ? ACH അല്ലേ? അച്ഛ. അപ്പൊ അച്ഛയുടെ ലെറ്റർ പാടുണ്ടോ? അതില്ല. ഉണ്ടോ? ഇല്ലല്ലോ. ബാബുച്ചേട്ടന്റെ സൈൻ ഉണ്ടോ? അതില്ല. അതുമില്ല. അതാണ് ഞാൻ പറഞ്ഞേ. ഇങ്ങനെയൊക്കെ ഒരു കത്ത് ചുമ്മാ വരുമോ? ഞാനേ ബാഗൊക്കെ പാക്ക് ചെയ്തിരിക്കുക തന്നോട് പറഞ്ഞിട്ട് പോകാൻ വേണ്ടിട്ട്. അയ്യോ, നീ പോയി കഴിഞ്ഞാൽ എനിക്കാരും ഇവിടെ ഉള്ളത്? അയ്യോ, ഞാൻ ഓരോന്ന് ഒപ്പിച്ച് വെച്ചിട്ടില്ലേ, പോയി അന്വേഷിക്കും. ഞാൻ പോവാ. അയ്യോ, ഇതൊക്കെ ആരോ നമ്മളെ തമ്മിൽ പിരിക്കാൻ വേണ്ടി ചെയ്ത. നിനക്കറിയത്തില്ല നമുക്കിപ്പൊ കണ്ടകശനിയാന്ന്. അതെ, താൻ കൂടുതലിട്ട് പറഞ്ഞുണ്ടാക്കണ്ട കേട്ടോ. ഞാനിതിനെ അന്വേഷിക്കാൻ വേറെ ആള് വെച്ചിട്ടുണ്ട്. ഞാൻ പോയി ചേട്ടൻ്റെ തന്നെ ഞാൻ കാണിച്ചുതരാം. എന്തൊക്കെ മാരണങ്ങളാ വരുന്നത്. പണ്ടാരം ഉണങ്ങി നാളും ചെയ്തു വെക്കുന്ന എന്തെങ്കിലുമൊക്കെ പരിപാടിയായിരിക്കും. എന്റെ ശോഭനെ, നീ എന്തിനാ കരഞ്ഞോണ്ടിരിക്കണ? തൂണും ചാരിട്ട് ഇങ്ങോട്ട് നോക്ക്. എന്താ എന്റെ ആരെയും ചത്താ? അതാണ്ട് ഞാൻ പൊട്ടെന്ന് ഓർത്തത്. എന്താ കരയുന്ന കാര്യം പറ. കുട്ടിയുടെ വിഷമം എന്താ? നിങ്ങൾ അധികം സമാധാനിപ്പിക്കണ്ട, ഞാൻ ചോദിച്ചോളാം. അനി അറിയണ്ടേ നമുക്ക് എന്താണെന്ന്. എടി ഒന്നിങ്ങോട്ട് തിരി. ആ മുഖം തിരുമോന്തൊന്നും ഇങ്ങോട്ട് കാണിക്കേ. ഇങ്ങോട്ട് തിരി. എന്താണെന്ന് പറ, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. അതുണ്ടല്ലോ, നമ്മുടെ സുബുല്ലേ? സുബുണ്ട്. എന്തെങ്കിലും അസുഖം ഉണ്ടോ അവന്? സുബുനെ ഉണ്ടല്ലോ, സിനിമാ സംഘടനയെന്ന് പുറത്താക്കി. ഇത്രയേ ഉള്ളൂ. ഇതാണോ ഇത്ര വലിയ കാര്യം? എടി ഞാൻ എന്താ വിചാരിച്ചറിയോ, നിന്റെ വീട്ടിൽ ആരെയും ചത്തുപോയിട്ടുണ്ടാവുന്നു. ഇതിനാണ് അപ്പൊ ഇത്ര നേരം കരഞ്ഞോണ്ടിരുന്നേ. ഞാൻ പറയും. ഞാനേ ഇവളോടുണ്ടല്ലോ എത്ര പ്രാവശ്യം പറഞ്ഞാന്നറിയോ, അന്ന് ഞാൻ ഇവിടെ കുത്തിരുന്ന് പറഞ്ഞു കൊടുത്തു സിനിമ അത്ര നല്ല. ശോഭന, നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. കൈ കിട്ടുന്നേ നമുക്ക് പരിഹാരം. അതെ, ഇങ്ങോട്ട് എന്നോട് പറ, നിനക്ക് എന്താ ശരിക്കുള്ള വിഷമം? ഒരു കത്ത് വന്നു. ആ കത്തിലുണ്ടല്ലോ അവൻ എന്തൊക്കെയൊക്കെ ചെയ്തെന്നും പറഞ്ഞെങ്കിലും ലിസ്റ്റ് ഡൗൺ ചെയ്ത് എന്തൊക്കെയൊക്കെ എഴുതി വെച്ചിട്ട് സിനിമാ സംഘടന സുബുവിനെ പുറത്താക്കി. അയ്യോ എടി നീ കരയല്ലേന്ന്, നമുക്ക് സമാധാനം ഉണ്ടാക്കാന്ന്. എന്ത് സമാധാനം കുട്ടി, നമുക്ക് സമാധാനം ഉണ്ടാക്കാം. സുബു എന്ത് അവനെ വിളിച്ചേ, ഞാൻ സംസാരിക്കാം അവനോട്. മുത്തോണ്ടനെ എന്ത് കെയറിങ്ങാ.
അത് ശരിയാ, മുത്തണ്ണ നല്ല കെയറിങ്ങാ. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ എന്തായാലും മുത്തണ്ണനോട് പറഞ്ഞു, മുത്തണ്ണം എല്ലാം ശരിയാക്കി തരും. അതെ, എന്നാ ഈ അപവാദം നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റാൻ പറ്റുമോ? മാറ്റാം, അന്വേഷിക്കാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന്. എന്തോടാ ഈ മഴയത്തൊക്കെ വന്ന് നിൽക്കുന്നു? എല്ലാവരും എന്നെ നിർത്തിയേക്കുമല്ലയോ? ഇപ്പോ നിനക്ക് സിനിമാ സംഘടനയായിട്ടൊന്നും ബന്ധമില്ല? ഇവിടെ ആധാർ കാർഡ് മൊബൈലിനകത്ത് ലിങ്ക് ആയിട്ട് ഇതൊരു റേഷൻ കാർഡിൽ പേരായിട്ടില്ല. അതുകൊണ്ടായിരുന്ന 2 കിലോ പച്ചരി ഞാൻ പോയി മേടിച്ചേ. ആ സിനിമാ സംഘടനയിൽ അല്ല, നമുക്ക് ബന്ധങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കിയിടാം, കുഴപ്പമില്ല. അത് നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യട്ടെ. അല്ലടാ, എന്നാലും ഈ കത്താരടാ നിനക്ക് കൊണ്ടിട്ട് ഇവിടെ? ഞാൻ പിന്നെ കുരിശ കിടക്കുന്ന ക്രിസ്തു ആണല്ലോ. എല്ലാ ആഴ്ച എനിക്ക് ദുഃഖ വെള്ളിയാഴ്ച ആണല്ലോ, നിനക്കൊക്കെ ഈസ്റ്റർ. എല്ലാ മാരണം എന്റെ നെഞ്ചത്തൊട്ടാ വലിയ കയറി വരും. അല്ലടാ, അത് കണ്ടുപിടിക്കണടാ. അത് ആരാ ഇട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടാവും. ഇട്ട ആളുകൾക്ക് ഇവിടെ മുത്തുമായിരിക്കും. അവന് മലയാളം എഴുതൊന്നും അറിയത്തില്ല. 7ാം ക്ലാസ്സിൽ പാട്ട് പൂർത്തിയാ മറ്റേ മതിലിയാടിയന്. വേറെ ആരാ സാധ്യതയുള്ളൂ? നമുക്ക് കോമൺ ശത്രുക്കൾ അല്ലേ? എന്നെ ഉദ്ദേശിച്ചില്ല, അത് നിന്നെ ഉദ്ദേശിച്ചാ വന്നിരിക്കുന്നത്. നിനക്ക് ശത്രുക്കളായിട്ടുള്ള ഒരു ശത്രു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനിപ്പോ പൊട്ടക്കണ്ണനാ. അപ്പൊ ചെയ്യാനുള്ള ഒരു ഇതില്ല. ഒന്നത് എഴുത്തറിയത്തില്ല, ഒരു കണ്ണും മടക്കിയിരുന്ന് എഴുതത്തില്ല. ഇതെന്താണെങ്കിലും നിന്റെ ശത്രുക്കളായിരിക്കില്ല, മിത്രങ്ങളായിട്ടുള്ള ശത്രുക്കളായിരിക്കും. അവരെന്താണെങ്കിലും വിളിക്കും. എന്തൊക്കെയാണെന്ന് അറിയാം. അപ്പ വേണം ഒരു നിഗമനത്തിലെത്താൻ, അവനാണെന്ന് തീരുമാനിക്കാൻ. മനസ്സിലായോ? അവൻ പിടികിട്ടിയാണ്. കത്തയച്ചവൻ എന്നെ വിളിക്കുന്നു. എടാ, വിളിക്കും. എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ എന്തൊരു മന്ദഗതി. ആണോ എന്നെ വിളിച്ച്? പിന്നെ ഞാനല്ലാതെ താൻ എൻ്റെ പേരൊക്കെ വിളിക്കുന്നത്? ഇവിടെ വികലാംഗർക്ക് പവർ കൂടാതെന്ന് എനിക്കറിയില്ലേ? വികലാംഗർക്ക് ഇച്ചിരി പവർ കുറവാണെന്നുള്ളതാണ് എൻ്റെ അറിവ്. താൻ വികലാംഗനാണല്ലോ അല്ലേ? ഞാനൊരു കേസ് എഴുതി കൊടുത്താലേ താൻ അഴി എണ്ണണോ? ആ, എന്നാലേ ഇതൊക്കെ പോയിട്ട് മേടിച്ചോണ്ട് പോവാ. എന്തെന്ന്? വായിച്ചു നോക്ക്, എണ്ണാ മാത്രം അറിയാം. കപ്പ, ചക്ക, മാങ്ങ, തേങ്ങ, വെടിയുണ്ടല്ല, അരിയുണ്ട. വിശ്രമവേളകൾ എനിക്ക് ഉല്ലാസകരമാക്കാൻ വേണ്ടിയിട്ടാണ്. ശോഭനമോളടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഉപ്പ്, കറിവേപ്പില. കറക്റ്റോ? കറക്റ്റല്ലടോ, ക്യാരറ്റ്. മലയാളം വായിക്കാൻ അറിയില്ല, പോങ്ങേ. അല്ല, ഇതൊക്കെ ഇപ്പം ഞാൻ മേടിച്ചോണ്ട് വരണോ? അല്ല, അടുത്ത കൊടുത്ത കണാരൻ്റെ മോൻ വാങ്ങിക്കൊണ്ടുവരും. പോയി വാങ്ങിക്കൊണ്ടു പോടോ. അല്ല, സാധാരണ കണ്ണിന് അരിയുണ്ട മറക്കണ്ട. അരിയുണ്ട മറക്കൂല. ചെല്ല്. ഇത് താൻ തന്നെ എഴുതിയാണോ അതോ ഇത് വേറെ ആരും എഴുതിയാണോ? തൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്നെ കൊണ്ടൊരു പരാതി കൊടുപ്പിക്കരുത്. അല്ല, ഇത് നന്നായിട്ടുണ്ട്. ഈ കണക്കിന് പോയാൽ നീ നന്നാവും. ആനന്ദകരമായിട്ടുള്ള അരിയുണ്ട ഞാൻ മേടിച്ചു തരാം. ചെല്ല്. വികലാംഗൻ എന്നുള്ളത് മിക്കവാറും കറക്റ്റ് ആവും. പോട്ടെ. ചെല്ല്. ഇവനെയൊക്കെ പറയേണ്ട മാതിരി പറഞ്ഞാലേ ഇവനൊക്കെ കേൾക്കൂ. ഇവനെ കൊണ്ടൊക്കെ ഞാൻ മൂക്കൊണ്ട് ഇണ്ണ വരപ്പിക്കും ഞാൻ. സുബു, നീ ഇതൊന്ന് നോക്കിക്കേ. എന്ത് തോന്നുന്നു? ഇവിടെ വിഷം മേടിക്കാൻ കാശില്ല. എന്നിട്ട് ആ കറിവേപ്പില, ഉപ്പ്, കപ്പ, ചപ്പ, മാങ്ങ, ഇറച്ചി. എടാ, നീ അതൊന്ന് വായിച്ച് വായിച്ചു നോക്കിയല്ലേ പറഞ്ഞത്? ഇതും കൂടി ഒന്ന് വായിച്ചു നോക്കി. ഇതെന്താ നിനക്ക് മനസ്സിലായല്ലോ? ഇതെന്റെ ജീവിതം കളഞ്ഞ ലെറ്റർ ആണല്ലോ. ഇതിനകത്തെ കൈയക്ഷരം നോക്കിക്കേ നീ. ശരിയാണല്ലോ. ഒരേവരെയാണോ? ആണോ? ആന്നു. ഇതെവിടെ കിട്ടി എനക്ക്? ഇതെവിടെ നിന്നായിരിക്കും ഈ കപ്പ, മാങ്ങ, തേങ്ങയൊക്കെ? ദേവസി എന്തിയേ? ആ ഒറ്റക്കണ്ണൻ എന്തിയേ? ഒറ്റക്കൊമ്പം കാണാൻ പോയെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പൊക്കാം. നീ ശോഭനെ വിളിച്ച് കാര്യം പറ. ശോഭനേ